ഹലോ വെൽക്കം, ഷുഹൈബാണ്. ഇന്ന് നമുക്ക് വലിയ കൊമേഴ്സ് ജയൻസുകൾക്കിടയിലും അതേപോലെ ഇന്നത്തെ മോഡേൺ ഡിജിറ്റൽ വേൾഡിലും നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാം, അതിനുവേണ്ടി എന്തൊക്കെ സ്ട്രാറ്റജീസുകൾ നമുക്ക് ബിൽഡ് ചെയ്യേണ്ടതുണ്ട് എന്നതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് കറണ്ട് ഇന്ത്യൻ റീറ്റെയിൽ മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. 2023 വിവിധ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിലെ ടോട്ടൽ റീറ്റെയിൽ മാർക്കറ്റ് എന്ന് പറയുന്നത് $952 ബില്യൺ ആണ്. അതായത് ഏകദേശം 80,35,736 കോടി രൂപയാണ്. ഇതിന്റെ 8 to 9% അഥവാ 7,23,000 കോടി രൂപയുടെ മാർക്കറ്റ് ഷെയറും ഹോൾഡ് ചെയ്യുന്നത് ഇന്ത്യയിലെ കൊമേഴ്സ് ജയന്റുകളാണ്. എന്നാൽ 2023 ഇതിന്റെ ഗ്രോത്ത് 8 to 9% എത്തി നിൽക്കുന്നത് എങ്കിൽ 2030 ആകുമ്പോഴേക്കും ഇതിന്റെ ഗ്രോത്ത് 19.6% എത്തുമെന്നാണ് റിസർച്ചുകൾ പറയുന്നത്. ഹോൾ വേൾഡ് പുതിയ ട്രെൻഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ട്രഡീഷണൽ ബിസിനസ്സുകളും അതേപോലെ തന്നെ സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ബിസിനസ്സുകളെല്ലാം തന്നെ ഈ പുതിയ ട്രെൻഡിലേക്ക് മാറേണ്ടതുണ്ട്. അതിനുവേണ്ടി പുതിയ സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ്. ഇതിനെ നമുക്ക് ചെറുത്തു തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കുവാനോ ഒരിക്കലും നമുക്ക് സാധ്യമല്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു മാറ്റത്തോടു കൂടി നമ്മൾ എങ്ങനെ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാം, ഇതിനു വേണ്ടി എങ്ങനെ നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ എന്തൊക്കെ ചേഞ്ചുകൾ നമുക്ക് കൊണ്ടുവരാം, ഇത്തരം കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ റിസർച്ച് നടത്തേണ്ടത്. ഇത്തരം കാര്യങ്ങളെയാണ് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടത്. ഇങ്ങനെ കൊമേഴ്സ് ഭീമന്മാർക്കിടയിലും നമ്മുടെ ബിസിനസ്സിനെ ഗ്രോത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഒരുപാട് സ്ട്രാറ്റജികൾ നമ്മൾ ബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപാട് പുതിയ കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 സ്ട്രാറ്റജീസിനെ കുറിച്ച് നമുക്ക് ഇന്ന് സംസാരിക്കാം. അതിൽ ഒന്നാമത്തേതാണ് ഡെവലപ്പ് എ ഒംനി ചാനൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബിസിനസ് ഓഫ്ലൈനിൽ ഉള്ളതുപോലെ തന്നെ ഓൺലൈനിലും നമ്മുടെ ബിസിനസ്സിന് പ്രസൻസ് ഉണ്ടാക്കുക എന്നതാണ് ഒംനി ചാനൽ സ്ട്രാറ്റജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഏത് ബിസിനസ്സിലാണെങ്കിലും എല്ലാ സോഷ്യൽ മീഡിയയിലും നിങ്ങളുടെ ബിസിനസ്സിന് പ്രസൻസ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിൽ നിങ്ങൾക്ക് പ്രസൻസ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ യൂട്യൂബ് പോലുള്ള വീഡിയോ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് പ്രസൻസ് ഉണ്ടായിരിക്കണം. കൂടാതെ ഇന്നത്തെ കാലത്ത് നമ്മുടെ ബിസിനസ്സിന് ഒരു വാട്സപ്പ് പ്രൊഫൈലും ഉണ്ടായിരിക്കണം എന്നത് നിർബന്ധമാണ്. അതേപോലെ തന്നെ കൊമേഴ്സ് മാർക്കറ്റ് പ്ലേസ് പ്ലാറ്റ്ഫോമുകളിലും നമുക്ക് പ്രസൻസ് ഉണ്ടായിരിക്കണം. കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ പ്രസൻസ് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടായിരിക്കും, കൊമേഴ്സ് ജയൻസുകളെ കോമ്പീറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജിയിൽ എന്തിന് കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണമെന്നുള്ള ഒരു സംശയം അത് സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കും. എന്നാൽ ഇവിടെ ഡയറക്റ്റ്ലി അല്ല കോമ്പീറ്റ് നടക്കുന്നത്, നമ്മൾ സ്ട്രാറ്റജിക്കലിയാണ് നമ്മൾ കോമ്പീറ്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി നമ്മൾ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളെ അവോയ്ഡ് ചെയ്യാതെ അല്ലെങ്കിൽ നെഗ്ലക്ട് ചെയ്യാതെ നമ്മൾ അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിനെ ലിവറേജ് ചെയ്തുകൊണ്ട് വാസ്റ്റ് ഓഡിയൻസിലേക്ക് നമ്മുടെ പ്രസൻസ് ഉണ്ടാക്കുക എന്നാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ സ്ട്രാറ്റജിയാണ് ഫോക്കസ് ഓൺ നിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ചെയ്യുന്ന ഏത് ബിസിനസ് ആണെങ്കിലും അതൊരു വാസ്റ്റ് കാറ്റഗറിയിൽ അല്ലെങ്കിൽ വൈഡ് കാറ്റഗറിയിലുള്ള ഒരു ബിസിനസ് ആയിരിക്കും. അതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒന്ന് മാത്രം ചൂസ് ചെയ്ത് അതിൽ നമ്മൾ മാക്സിമം എക്സ്പേർട്ട് ആവുക, ആ ഒരു ബിസിനസ്സിൽ നമ്മൾ കിങ് ആവുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ക്ലോത്തിങ് ബിസിനസ് ആണ് നടത്തുന്നതെങ്കിൽ ക്ലോത്തിങ് ബിസിനസ് എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ആയിട്ടുള്ള വാസ്റ്റ് കാറ്റഗറിയുള്ള ഒരു ബിസിനസ്സാണ്. അതിലൊരു കാറ്റഗറി പിക്ക് ചെയ്യും, അതിന് ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി ബിൽഡ് ചെയ്തുകൊണ്ട് അതിനെ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കുന്നതിനെയാണ് നമ്മൾ നിഷ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജിയാണ് എൻഹാൻസ് കസ്റ്റമർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ടുള്ള കാലം സ്മോൾ ബിസിനസ്സുകൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കസ്റ്റമർ എക്സ്പീരിയൻസ് എന്നുള്ളത്. ഈ ഓൺലൈൻ ജയൻസ് അവർ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് എങ്ങനെ കസ്റ്റമർക്ക് മാക്സിമം കൺവീനിയൻസ് നൽകാം, എങ്ങനെ മാക്സിമം കസ്റ്റമർക്ക് നല്ല എക്സ്പീരിയൻസ് കൊടുക്കാം എന്ന കാര്യത്തിൽ അവർ നിരന്തരം റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഒരു കൊമേഴ്സ് ജയൻസിനും കൊടുക്കാൻ കഴിയാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ടച്ച് ആൻഡ് ഫീൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ഏറ്റവും കൂടുതൽ വാല്യൂ അഡിഷൻ നൽകേണ്ടതുമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് അല്ലെങ്കിൽ ഒരു ഏരിയ ആണ് ഈ കസ്റ്റമർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിസിക്കൽ സ്റ്റോറിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിന് നല്ല ആംബിയൻസ് ആൻഡ് എൻവയോൺമെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നല്ല സ്റ്റാഫ് ബിഹേവിയർ നമുക്ക് നൽകാൻ കഴിയണം. അതേപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ട്സ് ബ്യൂട്ടിഫുള്ളി വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ കഴിയണം. ഇത്തരത്തിൽ ഒംനി ചാനൽ ബിൽഡ് ചെയ്തുകൊണ്ടും ഒരു നിഷ് ഏരിയയിൽ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടും അതേപോലെ നമ്മുടെ കസ്റ്റമേഴ്സിന് നല്ല എക്സ്പീരിയൻസ് നൽകിക്കൊണ്ടുമാണ്
ഇനിയുള്ള ഡിജിറ്റൽ വേൾഡിൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഓരോ ബിസിനസ് ഓണേഴ്സും ഇങ്ങനെയുള്ള സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യാനും അത് അവരുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സൈനിങ് ഓഫ്. താങ്ക് യു വെരി മച്ച്.